ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ഈ ലുക്ക് കൊള്ളൂല, വേറെ ലുക്ക് പിടിക്കാം. ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. വേറൊന്നുമില്ല, എനിക്കിന്നൊരു കമ്പനി വിസിറ്റ് ഉണ്ട്. ചുമ്മാ ഒന്ന് റെഡി ആയിട്ട് വരാനേ. എനിക്ക് ഈ ലുക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് നല്ല ഹെവി മേക്കപ്പ് വേണം. ആദ്യം തന്നെ സൺസ്ക്രീം കൊടുക്കാം. ഫിക്സ്ഡ് ഡെർമയുടെ സൺസ്ക്രീമാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഫേവററ്റ് ആയ എൻ്റെ കൺസീലർ കൊടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് ഏരിയ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ആയുധമായ സ്പഞ്ച് കൊണ്ട് ഞാൻ അവിടെ രക്തപ്പൂക്കളം തന്നെ വിടർത്തിയിട്ടു. നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ, എനിക്ക് കണ്ണാടി നോക്കാണ്ട് നേരെ ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് ഏരിയസ് മാത്രം ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വിട്ടിരുന്നു. ഈ ഒരു സാധനം ഇല്ലാണ്ട് എനിക്ക് ജീവിതമില്ല. ബാംഗ്ലൂർ കഴിഞ്ഞു വിടണമെങ്കിൽ ഈ ഒരു സാധനം വേണം. VLCCയുടെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരുമില്ല, ബോഡി ലോഷൻ തന്നെ. ശേഷം ഞാൻ ഒരു ഫൗണ്ടേഷൻ കൊടുത്തു. ഫേസ് സ്കാനറുടെ ഫൗണ്ടേഷനാണ് കേട്ടോ, കാണിക്കാൻ പറ്റിയില്ല, ഐ എം സോറി. ഫേസ് സ്കാനറുടെ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അത്യാവശ്യം നല്ലൊരു കവറപ്പ് തരുന്നൊരു ഫൗണ്ടേഷനാണ്. വേറെ ആരെയല്ല, എൻ്റെ കൈ തന്നെ ഞാൻ യൂസ് ചെയ്തു. ബ്രഷൊന്നും കിട്ടിയില്ല പെട്ടെന്നൊന്ന് റെഡി ആവണതിൻ്റെ ഇടയിൽ. ധൃതിയായിട്ട് പോകണം, കാരണം രാവിലെ 6 മണിയായി ഈ ഒരു സംഭവം റെഡി ആവുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉറക്ക ക്ഷീണം ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ. ശേഷം നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് വിടണം, കാരണം ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ പോകണമല്ലോ. ഒന്നാമത് നല്ലൊരു ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് വൃത്തികേടായിട്ട് പോകാൻ പാടില്ല, ഫുൾ കവറപ്പായിട്ട് വേണം പോകാൻ. ശേഷം ഞാൻ മേൽപ്പറഞ്ഞ കൺസീലർ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ടച്ചപ്പ് കൊടുക്കുന്നു, കാരണം എനിക്കെൻ്റെ കളർ ടോണായിട്ടൊന്ന് മാച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റിയ എൻ്റെ കൺസീലറാണ്. എല്ലാവർക്കും ഈ പരിപാടി അറിയാൻ തോന്നുന്നു. നമ്മുടെ ഫൗണ്ടേഷൻ്റെ കളർ ഒരു പടി മേളിലോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൺസീലർ ഇട്ട് അതിനൊന്ന് ലെവലപ്പായി പോവായിരിക്കും. പിന്നെ എന്ത് പറയാൻ, എൻ്റെ റൂംമേറ്റ് അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇല്ലെങ്കിൽ നല്ല ബോറ് പരിപാടിയായി പോകും ഇത്. അതുകൊണ്ട് അവൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, വീഡിയോ എടുക്കുകയാണ് ബാക്കിൽ ഓടി വരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചുമ്മാ ഒരു രസം, അത്ര തന്നെ. ശേഷം മെയിൻ പാർട്ട് എൻ്റെ മുടി തന്നെ. ഇതിനെ ഒന്ന് മെനക്കെടുത്ത് വരുമ്പോൾ നല്ലൊരു നേരം പിടിക്കും. പിന്നെ ഞാൻ റോസ്മേരി വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ ബേബി ഹെയർസ് അധികം വിസിബിൾ ആവത്തില്ല. പിന്നെ അത്യാവശ്യം ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പിന്നെ എന്ത് പറയാനാ, അയച്ചിടാന്നാണ് പ്ലാനും. നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് ടാങ്കിൾസ് എല്ലാം നല്ല രീതിയിൽ കളയണം കേട്ടോ, എന്നാലേ ഇതൊരു വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. ശേഷം ഞാൻ ഈ ഒരു ബാംഗിളാണ് കേട്ടോ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബാംഗിൾ. ഞാൻ ഈ ബാംഗ്ലൂർ വന്നിട്ട് പർച്ചേസ് ചെയ്തൊരു പീസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ബാംഗ്ലൂർ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ശേഷം ഞാൻ ഇതിട്ടു. പിന്നെ ഞാൻ നേരെ പോകുന്നത് ഐ ഷാഡോയിലാണ്. ഇനി നമുക്ക് കുറച്ച് ഐ മേക്കപ്പ് കാണാം. വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് കേട്ടോ, ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ കൊടുക്കണം, എന്നാലേ നമ്മുടെ ഐലൈനർ എഴുതുമ്പോൾ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ ഐ ഷാഡോ പാലറ്റ്, എൻ്റെ ഫേവററ്റ് പാലറ്റാണ്. പിന്നെ ന്യൂഡ് കളറേ കൊടുക്കാൻ പാടുള്ളൂ, നമുക്ക് വലിയ അങ്ങ് ഹൈലൈറ്റ് കളേഴ്സൊന്നും കൊടുക്കാൻ പാടില്ല. ചെറിയൊരു ന്യൂഡ് കളർ വെച്ച് ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ കൊടുത്ത് വിടുന്നു, അത്രയേ ഉള്ളൂ. വലിയ രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളോട്ട് ഞാൻ കടന്നിട്ടില്ല കേട്ടോ, ചെറിയൊരു മേക്കപ്പ് അത്ര തന്നെ. അത് കഴിഞ്ഞ് ഞാൻ ശേഷം ഈ ഒരു വൈറ്റ് ബെൽറ്റാണ് കേട്ടോ ഈ ഒരു പാൻറ്റിന് ഞാൻ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് എൻ്റെ തീം എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് റെഡ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലായിടും എത്തിയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്തെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, കംഫർട്ട് ആവണമല്ലോ എല്ലാം കൊണ്ടും. ഇതാണ് കേട്ടോ ഞാൻ പെയർ ചെയ്യുന്ന കമ്മൽ. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടൊരു കമ്മലാണ്. ചെറിയൊരു ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു കുഞ്ഞു കമ്മൽ. എനിക്ക് വലിയ കമ്മലിടാനാണ് കൂടുതൽ ഇഷ്ടം, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെറിയ കമ്മലേ കൊടുക്കുന്നുള്ളൂ. പ്രൊഫഷണൽ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ചെറിയ കമ്മലാണ് പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. മെബ്ലിൻ്റെ ഈ ഒരു ഐലൈനറാണ് കേട്ടോ ഞാൻ കണ്ണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത്രയും മാത്രമേ ഞാൻ എഴുതി കൊടുക്കുന്നുള്ളൂ കേട്ടോ, വലുതായിട്ടൊന്നും ഞാൻ കണ്ണ് എഴുതി കൊടുക്കുന്നില്ല. റാവ്ലോൻ്റെ ഐ പെൻസിലാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. അത്യാവശ്യം നല്ലൊരു ബ്ലാക്ക് ഫിനിഷിങ് കിട്ടും കേട്ടോ എനിക്ക്, അത്യാവശ്യം നല്ലതാണ് കേട്ടോ. യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണേ, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറ. ചെറിയ കോപ്രായങ്ങളൊക്കെ കണ്ട് നിങ്ങൾ മടുത്തോ, അതേ നടക്കത്തുള്ളൂ. ശേഷം ഞാൻ എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇനി ഞാൻ എൻ്റെ ബ്ലേസറും കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പാട്ടും കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫുൾ അറ്റയർ കേട്ടോ. ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിന് ലിങ്ക് വേണമെന്നുള്ളവരും കമൻറ്റ് ചെയ്യുക, ഞാൻ പറ്റിയാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ലാസ്റ്റിനായി ഈ ഫേസ് സ്കാനറുടെ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ പോണത്. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ എന്താ പറയുക, ലിപ്സ്റ്റിക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻ്റ് ആണല്ലോ, അതേപോലെ ആ ഒരു ലിപ്സ്റ്റിക് ലവർ എന്ന രീതിയിൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക്. പിന്നെന്ത് പറയാനാ, എല്ലാം മെറൂണിലോട്ട് പോട്ടെ എന്ന് കരുതി ഇതും ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ്. ലാസ്റ്റ് പൊട്ടിടുമെന്ന് കരുതിയിട്ട് ഞാൻ ഐലൈനറിൽ കുഞ്ഞു പൊട്ടിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്, കാരണം എനിക്ക് വലുതായിട്ട് ഇങ്ങനെ പൊട്ടിടുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഈ ഒരു ലുക്കിന്. പിന്നെ നമ്മുടെ ഓഫ് കോഴ്സ് നമ്മുടെ എവർഗ്രീൻ ബ്രാൻഡ് യൂസഫ് ഭായിയുടെ ഈ ഒരു പെർഫ്യൂം,
അത് തന്നെയാണ് എൻ്റെ എവർഗ്രീൻ ഫേവറേറ്റും. യൂസഫ് ഭായിനെ അറിഞ്ഞൂടാത്ത ആരുമില്ലല്ലോ. ഫേസ് സ്കാനറുടെ ഈ ഒരു ഫിക്സർ ഇട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഫിക്സർ ഇട്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാണിച്ച് തരുന്നത് ഈ ഒരു പ്രോഡക്റ്റ്. ഉണങ്ങാനായിട്ട് ഉണക്കായിട്ടൊക്കെയായി എൻ്റെ മുഖം. ശേഷം എല്ലാം കഴിഞ്ഞ് കോപ്രായം തുടങ്ങി. പിന്നെ വേറെ ആരുമില്ല. ഞാൻ ഉടുത്തുകൊടുത്ത സാരിയും വെച്ചുകൊണ്ട് അവളുടെ ഓരോ കോപ്രായങ്ങൾ. വേറെ ആരുമില്ല, അനിക തന്നെ. എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഈ സാധനത്തിന് അറിഞ്ഞൂടാത്ത ആരുണ്ടാവും? അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം ഫെയിമും കൂടിയാണ്. പോക്കി സ്റ്റൈലും പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 7 ദിവസം നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. അതിൻ്റെ കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല ദൂരെ ഇരുന്നു. ഞാൻ പിന്നെ ഓരോ കോപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി കുറച്ച് നേരം നിങ്ങൾ നമ്മളെ കോപ്രായങ്ങൾ അങ്ങോട്ട് സഹിച്ചു തന്നേ. വേറെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇത് ഈ കാണുന്നതാണ് കേട്ടോ, കുറച്ച് കോർപ്പറേറ്റ് കമ്പനികളാണ് കേട്ടോ. ഇത് തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ ബ്യൂട്ടിയും. കുറേ കോർപ്പറേറ്റ് കമ്പനി. പിന്നെ നമ്മൾ പോകാൻ പോണ കമ്പനി ഇതേ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനിക്ക് അത് വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമുക്ക് അവർ ഗിഫ്റ്റ് തന്ന കിറ്റ്.